അവധിക്കാല ക്ലാസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ്. ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകൾക്ക് അവധിക്കാല ക്ലാസ് വേണ്ട എന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്? രജനി, സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന സിലബസിന് കീഴിൽ വരുന്ന സ്കൂളുകൾക്കാണ് അവധിക്കാല ക്ലാസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്ത് അതിതീവ്ര ചൂടാണ്. ഏതാണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താപനില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടെയാണ് അവധിക്കാല ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അവധിക്കാലത്ത് ഇത്തരത്തിൽ പണം പിരിച്ചുകൊണ്ടുള്ള, അതായത് കുട്ടികളിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ടുള്ള ക്ലാസുകൾക്കും അനുമതി നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള ക്ലാസുകൾ പ്രാക്ടീസ് ചെയ്യരുതെന്നും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസ വകുപ്പാണ് ഇതുമായി സംബന്ധിച്ച് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൂട് കൂടുതൽ സാഹചര്യത്തിലുമാണ് സംസ്ഥാനത്ത് പരീക്ഷാകാലത്ത് പരീക്ഷ നടന്ന സമയത്ത് അതിതീവ്ര ചൂടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേണ്ട ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വേണം പരീക്ഷകൾ നടത്താൻ. അതോടൊപ്പം തന്നെ പരീക്ഷകൾ നടത്തിയതിനു ശേഷം അവധിക്കാല ക്ലാസുകൾ നടത്തരുത്. അതായത് അധ്യയന വർഷത്തിന് മുന്നേ തന്നെ +1, +2, 10ാം ക്ലാസ് തുടങ്ങിയ ക്ലാസുകൾക്ക് അധ്യയന വർഷത്തിന് മുന്നേ തന്നെ ക്ലാസ് തുടങ്ങുന്ന ഒരു ശീലം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യം തുടരണ്ട എന്നുകൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ നിന്നും അധികമായി കുട്ടികളിൽ നിന്നും പണം പിരിച്ചുകൊണ്ടുള്ള ഉള്ളൊരു പഠന രീതിയും അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ രീതിയും പുലർത്തേണ്ട ആവശ്യമില്ല എന്നും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകർക്ക് ഇതുമായി സംബന്ധിച്ച ഉത്തരവ് നൽകും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. കുട്ടികളുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ അവധിക്കാല ആഘോഷങ്ങൾക്കും അവധിക്കാല വിനോദങ്ങൾക്കും കൂടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. രജനി, ശരി ടിൻഡു.